എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമ സ്വാതിയുടെ ഋതുവിനോടായിട്ട് ആ കാര്യങ്ങൾ പറയാണ്. സ്വാതിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രീഹരി ഇപ്പൊ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, അവന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് നീ മാപ്പ് പറയാണെന്ന് പറയാണ്. ഇത് കേട്ടതും സ്വാതി ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് സേതു പറഞ്ഞു കേട്ടില്ലേ പൂർണിമ, അങ്ങനെ നീ മാപ്പ് പറയാണ്. അവസാനം സ്വാതിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു. സ്വാതി അങ്ങനെ സോറി എന്ന് പറയാണ്. ഇത് കേട്ട് പൂർണ്ണം പറഞ്ഞു, ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളെല്ലാം ഓക്കെ ആയല്ലോ, ഇനി ഒരു കാര്യം ചെയ്യാം, ചടങ്ങുകളൊക്കെ തുടങ്ങുമല്ലേ, നമുക്ക് മാധവേന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി അങ്ങ് ചടങ്ങുകൾ ആരംഭിക്കാന്ന് പറയാണ്. പിന്നീട് എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയത്ത് പൂർണിമ പല്ലവിയോട് പറഞ്ഞു, മോള് വിളക്ക് കൊളുത്തിക്കോളം പറയണം. ഇത് കേട്ടും പല്ലി പറഞ്ഞു, ഞാനോ ഞാൻ വേണ്ടമ്മേ, അമ്മ കൊളുത്തിയാൽ മതി എന്ന് പറയണേ. അത് ശരിയാത്തില്ല, മോള് കൊളുത്തിയാൽ മതി എന്ന് പറയാം. കാരണം പൂർണിമയ്ക്കറിയാം ഇനി ഇങ്ങോട്ട് വന്നു കയറേണ്ട മരുമോള് പല്ലവിയാന്ന്. അപ്പൊ അത് വെച്ചാണ് പൂർണിമ പറയണേ. പക്ഷെ ഇതൊന്നും ഋതുവിനെ സ്വാതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, അതെ എന്തുകൊണ്ടും വിളക്ക് കൊളുത്താണ്ട് യോഗ്യത അമ്മയ്ക്കുള്ളത്, അമ്മ തന്നെ കൊളുത്തിയാൽ മതി. ഈ വീട്ടിലെ മൂത്തയാൾ അമ്മയല്ലേ, അപ്പൊ അമ്മയെ കൊളുത്തണ്ടേന്ന് പറയാം. ഇനി മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ പോയി മാധവമേനന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തുവാണ്. വിളക്ക് കൊളുത്തി തിരിയുമ്പത്തേനും തിരി അങ്ങോട്ട് പെട്ടെന്ന് കെട്ടുപോയി. ഒരു നിമിഷം എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. പൂർണ്ണിമയുടെ മനസ്സ് വേദനിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ സേതുവിന് മനസ്സിലായി അമ്മയുടെ മനസ്സ് വേദനിച്ചെന്ന്. സേതു പെട്ടെന്ന് പറഞ്ഞു, അതെ അമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ടെന്നേ. അതെന്താണെന്നറിയാവോ, അത് കാറ്റടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കെട്ടുപോയതാ. അമ്മ ഇതിനെന്തിനാ എത്രമാത്രം സങ്കടപ്പെടുന്നേ? കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്ക് എന്തോ ഒരു ഭയം പോലെ. ഒരു പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണേ. കുറച്ച് നിമിഷം അവിടെ കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. പൂർണ്ണിമയുടെ മനസ്സിലേക്ക് വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായി തീരും, എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് പ്രതാപൻ അങ്ങോട്ടേക്ക് അരച്ചു കയറി വരുന്നത്. പ്രതാപൻ വന്നിട്ട് പൂർണ്ണിമയോട് ചോദിച്ചു, എന്തൊക്കെയായ കല്യാണക്കാര്യങ്ങള്? ഇവിടെ പന്തലിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് തോന്നല്ലോ. അതെ പ്രതാപ, പന്തലൊക്കെ ഇടാൻ തുടങ്ങിയെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രതാപ പറയാ, അതൊക്കെ ശരി തന്നെയാ, നല്ല കാര്യം തന്നെയാ. അല്ല നമ്മുടെ കല്യാണക്കാരും ബാക്കി എന്തായി? ബാക്കി നീ ഉദ്ദേശിച്ച എന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് കേട്ടോണ്ട് സേതു അങ്ങോട്ട് വന്നെ. അല്ല പ്രതാപൻ ഞങ്ങൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, എന്താ കാര്യം? ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അത് ശരിയാ, പ്രതാപന്റെ മനസ്സിലിരിപ്പ് എന്താ? നീ എന്തോ പറയാൻ വന്ന കാര്യം എന്താന്ന് പറ പ്രതാപം എന്ന് പറയാണ്. ഒന്നുമില്ല, അവര് ചോദിച്ചായിരുന്നു, നിഖിലിന്റെ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചായിരുന്നു കല്യാണക്കാര്യങ്ങൾ ഇവിടെ എവിടം വരെ എത്തി എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നാ. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കണക്കെടുപ്പായിരിക്കില്ലേ എന്തു കൊടുക്കൂന്നുള്ളതിനെ കുറിച്ച് അച്ഛന്. അതെ, തൽക്കാലത്തേക്ക് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു തരി സ്വർണം പോലും അവൾ ഇടുന്നില്ലെന്നാ പറഞ്ഞേ. ഒരു സ്വർണം പോലും കൊടുക്കുന്നില്ലെന്ന് പറയാ. നീതിയെന്നങ്ങോട് പറഞ്ഞേരെ. ഇത് പൂർണ്ണിമ പറയണേ, അറിയാലോ. ഇത് കിടന്ന് പ്രതാപം പറഞ്ഞു, ചേച്ചി വെറുതെ തമാശ പറയില്ലെന്ന് പറയാം. എനിക്കറിയാം ചേച്ചി തമാശ പറയുന്നതാണ്. തമാശ അല്ല പ്രതാപ, കാര്യമായിട്ട് പറയണ. എന്താ സംഭവിക്കാൻ പോകുന്ന ഞാൻ നോക്കട്ടെ. കല്യാണം മുടങ്ങുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ മുടങ്ങട്ടെ പ്രതാപ എന്ന് പറയണ. പ്രതാപൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്നും പറഞ്ഞോണ്ട്, ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് പ്രതാപൻ എന്നാ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞങ്ങോട്ട് പോവാണ്. പൂർണ്ണിമയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പ്രതാപന്റെ ഈ വരവ് വെറുതെ അല്ല. കാരണം എത്ര കിട്ടും എന്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും നിഖിലിന്റെ അമ്മ, അതിന് വേണ്ടിയിട്ടുള്ള വരവാ. അങ്ങനെ ഇപ്പൊ വെറുതെ അങ്ങോട്ട് അവനെ മടക്കി അയച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതവിടെ ചെന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണിമ ഇത് പറഞ്ഞത്. ഇത് സേതു പറഞ്ഞു, അതെ പ്രതാപനങ്ങൾ വെറുതെ വന്നല്ലോ, മനസ്സിലായല്ലോ. അതെനിക്കറിയാൻ മേലെ സേതു, എന്റെ അനിയനല്ലേ അവന്. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. പിന്നീട് സേതു അങ്ങോട്ട് പോവാം. ആ സമയം അച്ചു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്തേക്ക് കുറെ സാരിയൊക്കെ ആയിട്ട് ഋതുവല്ല സ്വാതി അങ്ങോട്ട് ഓടി വരുവാണ്. സ്വാതി വന്നിട്ട് പറഞ്ഞു, അതെ ഈ സാരി ഒന്ന് വെച്ച് നോക്കട്ടെ, നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നത്, ഇതിൽ ഏതുകൊടുത്താലും ഭംഗി കാണുന്നേന്ന്. പക്ഷേ എങ്കിൽ അപ്പോഴും അച്ഛൻ്റെ മുഖം തെളിഞ്ഞില്ല. എന്ത് പറ്റി ചേച്ചി, എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. ഒന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി ഈ കല്യാണത്തിന് സമ്മതമല്ലേ. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള തോന്നുന്നുണ്ട്. ചേച്ചിയുടെ മുഖം അത് പറയുന്നുണ്ട്. മുഖത്ത് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കല്യാണം ഇഷ്ടമില്ല, ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. ഒരു പ്രശ്നമില്ല സ്വാതി എന്ന് പറയണം. അപ്പോഴേക്ക് സേതും പല്ലവിയും കൂടെ വന്നല്ലോ കൂട്ടുകാരെ, ഇനി ഇപ്പൊ എന്റെ ആവശ്യം ഇവിടെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആ സാരി എല്ലാം കൂടെ എടുത്തോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം സേതുവിന്റെ കയ്യിലൊരു കവറും ഉണ്ടായിരുന്നു. സേതു കവറൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നേ. പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടോ? എനിക്ക് ആരോടും ഒരു പിണക്കമില്ല. പിന്നെ എന്തിനാ അങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നേ? ഒന്നുമില്ല സേതുവേട്ടാന്ന് പറയാ. അന്നേ ഇതങ്ങോട്ട് പിടിക്കാൻ പറയണം. ഇതെന്താ വല്യേട്ടാ? ഇതേ അച്ഛൻ്റെ കല്യാണത്തിലുള്ള എന്റെ സമ്മാനം. എനിക്ക് വലിയ സമ്മാനം ഒന്നും മേടിക്കാൻ പൈസ തികയില്ല. ഞാനിങ്ങനെ ബാക്കി വെച്ചിരുന്ന വലിയ വലിയ വിലയുടെ അല്ലെങ്കിലും ചെറിയൊരു വിലയുടെ ഒരു സമ്മാനം മേടിച്ചാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു, അതെ വെള്ളിയേട്ടൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? വിലയിലല്ല കാര്യം, അത് തരുന്ന ആളുടെ മഹത്വത്തിലാണ്. എനിക്കറിയാം വെള്ളിയേട്ടന്റെ മനസ്സ് എത്ര വലുതെന്നുള്ള കാര്യം.
എത്ര വലിയ വിലയുള്ള സാരി മേടിച്ചോണ്ട് വന്ന് കൊടുത്താലും ആ അയാൾ കൊണ്ടുത്തരുന്ന അയാളുടെ മനസ്സിന്റെ ഇതുപോലെ ഇരിക്കും. അയാളുടെ മനസ്സിന് വലിപ്പമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വിലയിലൊന്നും ഒരു കാര്യമില്ല. എനിക്ക് വെള്ളിയേട്ടൻ മേടിച്ചോണ്ട് തരുന്നതല്ലേ, അതിനാണ്. ഇതിന് മൂല്യം കൽപ്പിക്കാനായിട്ട് പറ്റില്ല. അത് വെള്ളിയേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാണ്. പിന്നീട് പല്ലവി പറഞ്ഞു, ആ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം അച്ചു. നമ്മൾ വില ഒരിക്കലും നോക്കരുത്. ഒരാൾ കൊണ്ടുത്തരുന്നെങ്കിൽ ഒരു എത്ര ചെറിയ സാധനമാണെങ്കിലും ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അയാൾ ആ കൊണ്ടുത്തരുന്ന ആ മനസ്സ്, അതാണ് പ്രധാനം എന്ന് പറയണം. എന്നപ്പത്തിന് പെട്ടെന്ന് അച്ചു ആ സാരിയിലേക്ക് നോക്കുന്നത്. പെട്ടെന്ന് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അച്ഛൻ്റെ മനസ്സിലേക്ക് പല ചിന്തകളും വരുവാണ്. മുമ്പ് ഉണ്ടായ ആ പഴയ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് വരിക. അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതെ, നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോകണ്ടേന്ന് ചോദിക്കുകയാണ് പൂർണ്ണിമയുടെ മാധവമേനൻ. ഹണിമൂൺ ട്രിപ്പോ? എങ്ങോട്ട്? അതെങ്ങോട്ടേലും ആട്ടെ, എങ്ങോട്ടാന്ന് പറ മാധവേട്ട, ഈ പ്രായത്തിലാണോ? അതേ, മക്കളെയൊക്കെ കെട്ടിച്ചുവിടാൻ പോലെ. മക്കളെയൊക്കെ കെട്ടിച്ചുവിടുമ്പോൾ നമ്മൾ ഫ്രീ ആവും. പിന്നെ നമ്മൾ കാശിക്കാന്ന് പറഞ്ഞൊരു പോക്കം കൂടെ പോകും. കാശിക്കാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാശ്മീരിൽ കാണിക്കും പോകുന്നതെന്ന് പറയാണ്. പിന്നെ ഈ പ്രായത്തിലല്ലേ കാശ്മീർ പോകുന്നത്? അതെന്താ പ്രായത്തിന്റെ കാര്യം? പിന്നെ ചിലരുണ്ട് 21 വയസ്സായെങ്കിലും 60 വയസ്സായ പകിട്ടായിരിക്കും. അവരുടെ മനസ്സ് ആ രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷെ മറ്റു ചിലരുണ്ട് 60 വയസ്സായി കഴിഞ്ഞാലും അവരുടെ മനസ്സ് എപ്പോഴും 21ന്റെ ചെറുപ്പമായിരിക്കും. ഞാൻ ആ ഗണത്തിൽ പെട്ടതാ, അതുകൊണ്ടാ പറഞ്ഞെന്ന് പറയണേ. അങ്ങനെ അവർ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഋതു ഒരു മാഗസിനൊക്കെ പിടിച്ചിട്ട് ഓടി വരുവാണ്. ആ പറയാ അച്ചു സ്വാതിയുണ്ട്. അപ്പൊ സ്വാതി പറഞ്ഞു, അത് ഇങ്ങോട്ട് തരാൻ പറയാണ്. ഇല്ല, തരത്തില്ല എന്ന് പറയണേ. എന്താ എന്താ കാര്യം എന്ന് പൂർണ്ണിമ ചോദിച്ചു. ദേ, ഈ മാഗസിനകത്തെ ഒരു സാരിയുടെ ഇതുണ്ട്. ആ സാരിയുടെ ഫോട്ടോ കണ്ടപ്പോ അച്ചു എന്താ പറഞ്ഞെന്നറിയാവോ? ഇങ്ങനത്തെ സാരിയാ ഞാൻ കല്യാണത്തിന് ഉടുക്കാൻ പോണേന്ന്. ഇത് കേട്ടതും പൂർണ്ണിമ മാധവനും പറഞ്ഞു, ആഹാ, ഒന്ന് കാണട്ടെ, ഞങ്ങളും കൂടെ ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ആ സാരി മേടിച്ചു നോക്കച്ചാ, ഇത് കണ്ടോ, ഇത് ആരെങ്കിലും ഉടുക്കുവോ? സാധാരണ ഒരു 2 ലക്ഷം രൂപയുടെ സാരി എങ്കിലും വേണം അച്ഛൻ്റെ കല്യാണത്തിന്. ഇത് കേട്ടപ്പോൾ സാധി പറഞ്ഞു, അത് ശരിയാ, എങ്കിലല്ലേ ഞങ്ങൾക്ക് ഇച്ചിരി നല്ല ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, ഒരു സെറ്റ് സാരി പോലൊരു സാരി, ഇതാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഒന്ന്. ഇതൊക്കെ ഉടുത്തോണ്ട് എങ്ങനെ കല്യാണത്തിന് ചോദിക്കുക? പൂർണ്ണിമ പറഞ്ഞു, അത് ശരിയാണല്ലോ എന്ന് പറയാണ്. മാധവമ്മേനും പറഞ്ഞു, എന്റെ മോളുടെ ഇഷ്ടമല്ലേ ഇതുപോലത്തെ ഒരു സാരി മോൾക്ക് ഞാൻ കല്യാണത്തിന് മേടിച്ചു തരുമെന്ന് പറയാണ്. അപ്പൊ അതേ സേതു പോലെ തന്നെ സെയിം സാരി തന്നെയാണ് സേതു വാങ്ങിച്ചോണ്ട് കൊടുത്തത്. സേതു ഒന്നും ഓർത്തോണ്ട് വാങ്ങിച്ചോണ്ട് കൊടുത്തല്ല. പിന്നീട് സേതു ചോദിച്ചു, എന്ത് പറ്റി അച്ഛൻ, നീ എന്തിനാ കരയണെന്ന് ചോദിക്കുക? അത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ സെലക്ട് ചെയ്ത് വെച്ച് ഇങ്ങനത്തെ ഒരു സാരി ആയിരുന്നു, അത് സേതുവേട്ടൻ വാങ്ങിച്ചോണ്ട് തന്നു, അതുകൊണ്ടാന്ന് പറയണം. പല്ലി പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ എന്ന് പറയണം. താങ്ക്സ് വല്യേട്ടാന്ന് പറയണം. എന്നോട് താങ്ക്സ് പറയേണ്ട കാര്യം എന്തായിരിക്കണേ? എന്നാലും വല്യേട്ടൻ എൻ്റെ അച്ഛൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിച്ചോണ്ട് തന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, അതിനെ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല, നിന്റെ വല്യേട്ടനല്ലേന്ന് നിൽക്കും. അത് ശരിയാ, അതെനിക്ക് അറിയാന്ന് പറയാണ്. വല്യേട്ടനൊക്കെ തന്നെയാ, പക്ഷെ എൻ്റെ മനസ്സറിഞ്ഞ് മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ നല്ല ഭയമുണ്ട്. കല്യാണം കഴിഞ്ഞ് എങ്ങനെയായി തീരുമെന്നൊക്കെ ഓർത്തിട്ട് അത് ആരോട് പറയണമെന്ന് പോലും അറിയത്തില്ല. എനിക്കെന്തോ കല്യാണം കഴിക്കാൻ പോലും തോന്നുന്നില്ല. ചിലപ്പോൾ എന്തോ ഒരു വലിയ ദുരന്തം എന്നെ കാത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നേ. എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നലുണ്ടാന്ന് പറയണ. സേതു പറഞ്ഞു, എന്തിനാ മോളിങ്ങനെ വിഷമിക്കണേ? എനിക്കറിയത്തില്ല വലിയേട്ടാ, എനിക്കെന്തോ വല്ലാത്തൊരു വിഷമോ ചങ്കിനകത്ത് കെട്ടിക്കിടക്കണേ. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. അത് കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ആ ഒരു വെപ്രാളം കാരണമായിരിക്കും. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണം. അത് പറയുമ്പോ ഓക്കെയാ, പക്ഷെ എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എന്തിനാ പേടിക്കണേ? ഞാൻ തന്നെ കണ്ടില്ലേ, ഇവിടെ എൻ്റെ ആരും ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, എൻ്റെ മനസ്സിൽ ടെൻഷനും വേദനകളും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് സേതുവേട്ടന് ഒരു വിശ്വാസമുണ്ട്. സേതുവേട്ടൻ എൻ്റെ ആരോ ആന്നൊരു തോന്നല്, എന്നെ കൈവിടില്ല എന്നുള്ള തോന്നല്, ആ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു പക്ഷെ സേതുവേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കാണത്തില്ലായിരുന്നു പറയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് മോളിരുന്നു. മോൾക്ക് എന്തോ ആപത്ത് വന്നാലും ഇതേ മോളുടെ വല്യേട്ടൻ കൂടെ ഉണ്ടായിരിക്കും. ഒരു ചെറുതായിട്ട് മോളുടെ മനസ്സിലൊരു വിഷമം വന്നാൽ ആ സമയത്ത് വല്യേട്ടൻ അടുത്തേക്ക് വരും. അതുപോലെ തന്നെ എനിക്ക് എന്ത് വേദനയും വിഷമം വന്നാലും സേതുവേട്ടൻ എന്നോടൊപ്പം ഉണ്ട്. ഒരു പക്ഷെ അച്ചു നിനക്കുള്ളതിനേക്കാളും കൂടുതൽ ബന്ധം ഞാനും സേതുവേട്ടൻ തമ്മിലുള്ളതുപോലെ എനിക്ക് തോന്നേ. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും സേതു ഒന്ന് പല്ലവിനെ നോക്കുവാണ്. പല്ലവി പറഞ്ഞ്, നോക്കുവൊന്നും വേണ്ട, ഞാനുള്ള സത്യം പറഞ്ഞേ. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, അല്ല അങ്ങനെ പറയാൻ കാരണം എന്താ? ഓ, എനിക്ക് മനസ്സിലായി, ഇപ്പൊ സേതുവേട്ടൻ എന്റെ ആരാന്നായിരിക്കും നിന്റെ ചോദ്യമല്ലേ? അങ്ങനെ അതിനുള്ള ഉത്തരം കേട്ട് നീ സൂഹിക്കണ്ട. ഞാൻ ആരോടും അത് പറയാണ്ട് തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും സേതുവിനെ നോക്കി ഒരു കള്ളച്ചിരി ചിരിക്കുവാണ് അച്ചു. സേതുവിന് ആവപ്പാടെ ഒരു നാണമൊക്കെ വന്നു. പിന്നീട് പല്ലവി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും സേതു അങ്ങോട്ട് വന്നു. സേതു വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ താങ്ക്സ് എന്ന് പറയണം. എന്തിന്? അല്ല, ഇത്രയും ആക്കിയെടുത്തേനെ. ഞാനൊരു പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു വൃത്തിയുടെ സ്വഭാവമായിരുന്നു. എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നെ ഒരു വലിയേട്ടനാക്കി എടുത്ത പല്ലവിയുടെ ഒറ്റ കഴിവുകൊണ്ടാണ്
അപ്പൊ അതിന് താങ്ക്സ് പറയണ്ടേ, ഇപ്പൊ എനിക്ക് 3 പെങ്ങന്മാരുണ്ട്, അമ്മയുണ്ട്, നീയുണ്ട്, എല്ലാരും ഉണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല സേതുവേട്ടാന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ വെച്ച് കഴിയുമ്പോൾ സേതു ആകെപ്പാടെ വിഷമത്തിലായി. എന്താ സേതുവേട്ടാ? ഞാന് പൈസയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് തരാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. ഇനി കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. സേതുവേട്ടൻ വിഷമിക്കാതിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അച്ഛനും പൂർണ്ണാമയ്ക്കും എല്ലാം വാക്ക് കൊടുത്താ, ഇനിയിപ്പോ അവരോടൊക്കെ ഞാൻ എന്ത് പറയും? പണമില്ലെങ്കിൽ കല്യാണം മുടങ്ങും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സേതുവേട്ടൻ വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലും മാർഗം ദൈവം കണ്ടെത്തി തരുമെന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായി പോയി അവര്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.